സാബു സാബു എടാ സാബു 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 എടാ എന്നെ ജോണിച്ചായം പറഞ്ഞു വെച്ചതാ. എന്നാ പറയണ്ടേ? ഞാൻ സേവിയർ. ജോണിച്ചായം വിളിച്ചില്ലേ? എന്റെ ഫോണൊക്കെ പണ്ടാരടങ്ങി. അതല്ലേ ഒന്ന് കൊടുത്തയക്കാൻ പറഞ്ഞത്. ജോണിച്ചായം തന്നതാ. ഇതെന്താ ഫോണാണോ? വേറൊന്നുമില്ലേ? നീ പറഞ്ഞതൊക്കെ അതിലുണ്ട്. ഇതെന്താ സാമിയ? ഇടിക്കുക. എങ്ങനെയുണ്ട്? അത് കലക്കി. നിങ്ങൾ എവിടുന്നാ? തെക്കാണോ? കുറച്ചു കാലമായിട്ട് ഇവിടെ ഒക്കെ ഉണ്ട്. ജോണിച്ചായന്റെ കൂടെ മുന്നേ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ ടൗണിൽ പുല്ലച്ചോടൊക്കെ ആയിട്ട് നിനക്ക് സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ജോണിച്ചാൻ ആളെ വിട്ടതാ. നിങ്ങൾ വരുന്നവരെയും കണ്ണുപെട്ടില്ലല്ലോ. പോലീസിന്റെ കണ്ണുപെട്ടിക്കലല്ലേ നമ്മുടെ ഒക്കെ മെയിൻ ബിസിനസ്. ഇനിയിപ്പോ കണ്ടാലും എനിക്ക് ഇല്ല. ഈ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തേ. കുളിയും പരിപാടിയൊക്കെ പുറത്തുനിന്നാ. ആയിക്കോട്ടെ, നിങ്ങൾ നടന്നോ, ഞാൻ പിന്നാലെ തന്നെ ഉണ്ട്. ഇങ്ങക്ക് പുല്ല് വിറ്റ എന്തെന്ന് അറിയോ? എന്ത് ബീഡിക്കാശ് കിട്ടും. പിന്നെ കൂടും കുടുംബം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ശരി. അല്ല, കാട്ടിലാ കുളി. അതൊക്കെ ഉണ്ട്. ഈ സ്ഥലം എന്തായാലും കലക്കി. ഇനി എന്തൊക്കെ കാണാനുണ്ട്. നിങ്ങൾ വരി. നോക്കി നടക്കണേ, നിലത്ത് സാധനം ഉണ്ടാവും. നമ്മളെ കാണാൻ വലിയ സാധനം. ഈ കാണുന്നതൊക്കെ ജോണിച്ചാന്റെ സെറ്റപ്പാ. ആരെല്ലോ ഒന്ന് കയ്യിലാക്കിയായിരിക്കും കഴിവേറി. എന്റെ കൈക്ക് ഇത്തിരി വിറയലാ. ഇതൊക്കെ ഒരു നേക്ക. ഈ ഫോണൊന്ന് ശരിയാവോ നോക്കിയേ. ഞാനൊന്ന് ഇരുന്നിട്ട് വരെ. എന്തായി? അത് റെഡിയാവോ? ഇത് ശരിയാവുന്നില്ല കേട്ടോ. അതെനിക്കുള്ള ഫുഡാ. ബ്രേക്ക്ഫാസ്റ്റ്. ജോണിച്ചായന്റെ സെറ്റപ്പ്. അടിപൊളി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹാരം. ആ കാണുന്ന മലക്കപ്പുറം കാടാണ്. നല്ല കട്ടക്കാട്. വെടിയർച്ച് വേണമെങ്കിൽ ഒരു വിസിലടിച്ചാ മതി. ഇതാ സാധനം ഇവിടെ കിട്ടും. കൊട്ടേഷൻ പിടിക്കുകയാണെങ്കിൽ ജോണിച്ചാന്റെ കൊട്ടേഷൻ പിടിക്കുന്ന നല്ലത്. പണി കഴിഞ്ഞാലും മൂപ്പര് കൂടെ നിൽക്കും. ഞാനിവിടെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുക. അത് കലക്കും. ഇതാ ആ വെള്ളം കണ്ടോ? അതിലൊന്ന് മുങ്ങി കുളിച്ചാലുണ്ടല്ലോ സ്വർഗം. എന്നാ പിന്നെ ഒരു പെണ്ണും കുട്ടി ഇവിടെ കൂടിയാ പോരെ. നല്ല സ്വയംഭന. ഇന്നിവിടെ കൂടിയാലോ? ഓ കത്തുന്ന്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണി പൈതലിനെവിടെ, പൊന്മണി പൈതലിനെവിടെ. ഇവിടെ നാട്ടുകാരെ വലിയ ശല്യമൊന്നുമില്ലല്ലേ? അതാ അതിൻ്റെ ഒരു സുഖം. ഇവിടെ ആര് വരാനാ? എന്നെ തെരഞ്ഞു വല്ല പോലീസും വന്നാലായി.
അങ്ങനെ എളുപ്പമൊന്നും ആരും വരില്ല. അതിനുള്ള പണിയൊക്കെ ജോണി ചാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്ര കാലം കൂടണം ഇവിടെ? ആ വക്കീല് പറയുന്നവരെ. ഇനിയിപ്പൊ എന്നെ അവരങ്ങ് പൊക്കിയാലും എന്നെ ഒലത്താനൊന്നും പോകുന്നില്ല. എനിക്കെതിരെ ഒരു തെളിവുമില്ല. എങ്ങനൊരു കൊല ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? അന്ന് ജോണിച്ചാൻ വിളിച്ചിട്ടൊരു പണിയുണ്ടെന്ന് പറഞ്ഞു. ഒളിച്ചോടാൻ പോകുന്ന ഒരു പെണ്ണിനെ സഹായിക്കണം, അത്ര തന്നെ. നീ എവിടെയാ? ചേട്ടായി, ഇതിനെവിടെ ഇറക്കേണ്ടത്? ഓക്കെ ഓക്കെ ഓക്കെ. ആ മോളെ പോകല്ലേ? നീ ശരിക്കും കൊന്നോടാ അവളെ? ഇല്ല, ഞാനൊരു ഉമ്മ കൊടുത്തു. എടോ, നല്ല ഒന്നാം തരം ഒരു പെൺകുട്ടി. എന്റെ പ്രായത്തിൽ പല പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അനുഭവം അതാദ്യായിട്ടാ. മരിക്കുന്നതിന് മുമ്പ് അവളെന്നെ ഒരു നോട്ടം നോക്കി. നിക്കടെ അവിടെ. ഡേ, 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 നിക്ക്, നിക്ക്, നിക്ക്. ഡേ, ഡേ. എവിടെ? ഡേ. അവിടെ നിക്കടി. അപ്പോ അവളെ ആ ചെക്കൻ തന്നെയാണോ ചതിച്ചത്? അങ്ങനെയാ ജോണിച്ചാൻ പറഞ്ഞത്. അവനെ കുട്ടിയെ ഒഴിവാക്കണം. അപ്പൊ ജോയിച്ചാൻ ഇച്ചിരി പൈസ കൊടുത്തു, അത്ര തന്നെ. പെടക്കുന്ന നോട്ട് കണ്ടാൽ മൂപ്പരെന്ത് തെമ്മാടിത്തരം ചെയ്യും. മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? കുറച്ച് പോയൊരു കുളി കുളിക്കാം, എന്നാലേ പെരുപ്പൊക്കെ ഒന്ന് മാറും. അല്ല, നിങ്ങക്ക് ഇന്നെ പോണോ? കൊറേ കാലത്തിന് ശേഷം ഇന്നലെയാ കള്ളു കുടിച്ചൊന്ന് രസിച്ചത്. കഥകളൊക്കെ പറയുമ്പോ ഒരു ഹരം.
എന്താ ഇത്ര ആലോചന? കൈ കേടാക്കല്ലേ? ആ മണം നിന്നെ വിട്ട് പോണില്ലല്ലേ? ആ മണം പിടിച്ചോടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്റെ ചോരേന്റെ മണാടാത്, എന്റെ കുട്ടീന്റെ മണാടാത്. അത് കലക്കി. അപ്പൊ മൂപ്പീന്ന് 8ന്റെ പണി തരാൻ ഇറങ്ങിയതാണല്ലേ? എന്നാ പിന്നെ എന്നെ അങ്ങോട്ട് കൊന്നേ, പുന്നാരാച്ചന്റെ പ്രതികാരം തീരുമല്ലോ.